Hello. Welcome to Market Discussion of the Day. Today, October 10, 2025, Friday ആണ് വീക്കെൻഡ് ആണ്. സോ വീക്കെൻഡ് മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പുതിയ ബാച്ച് അടുത്ത ആഴ്ച സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. സോ ഓൾറെഡി ഒരു ബാച്ച് ഈ തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 ആഴ്ച കഴിയുമ്പോൾ അടുത്ത ബാച്ച് നടക്കുന്നതായിരിക്കും. ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിപ്പിക്കുന്ന 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന ക്ലാസ്സാണ് നടക്കുന്നത്. രാത്രി ഇന്ത്യൻ ടൈമിംഗ് 7:30 മണിക്കും 10:30 മണിക്കുമായിട്ട് 2 ബാച്ചിലായിട്ടാണ് ഈ ഒരു കോഴ്സ് നടക്കുന്നത്. സോ ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും എടുത്ത് ഓർമ്മിപ്പിച്ചു പോവുകയാണ്. ഓക്കെ, സോ എനിക്ക് പറയാനുള്ള റിക്വസ്റ്റ് എന്താ വെച്ചാൽ ഈ ഒരു സമയത്ത് ഫ്രീ ആയിട്ടുള്ള ആൾക്കാർ മാത്രം മെസ്സേജ് അയയ്ക്കുക എന്നുള്ളൊരു കാര്യം എനിക്ക് എടുത്ത് പറയാനായിട്ടുള്ളൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനായിട്ടുള്ളൊരു കാര്യം. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. സോ നമുക്ക് ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ്, അതായത് നമ്മളുടെ ഫെഡ് ചെയർ പവലിൻ്റെ സ്പീച്ച് ഇന്നലെ ഉണ്ടായിരുന്നു. സോ സ്പീച്ചിൻ്റെ സമയത്ത് നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 4,060 നിൽക്കുകയായിരുന്നു. ഓക്കെ, 4,060 നിന്ന് മാർക്കറ്റ് താഴോട്ട് പോയി 4,014 വരെ വന്നു. പിന്നെ മുകളിലോട്ട് പോയി. പിന്നീട് മാർക്കറ്റ് 3,944 വരെ മാർക്കറ്റ് വന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാം, അല്ലേ? സോ മാർക്കറ്റ് ഒരു ഭയങ്കരമായൊരു ഓട്ടം ഇന്നലെ താഴോട്ട് ഒരു ഒറ്റ അടിക്ക് അങ്ങ് വീണുപോയി, അല്ലേ? സോ ഇതുകൊണ്ടിട്ടാണ് നമ്മൾ നേരത്തെ പറയുന്നത് എന്താണ്, മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കണം, ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസങ്ങളിൽ നിന്ന് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കണം എന്നെടുത്ത് പറഞ്ഞു പോകുന്നത്. ഓക്കെ, കാരണം നമുക്ക് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് മിക്ക ആൾക്കാരും ബൈ സൈഡിലായിരുന്നു ഇന്നലെ. ഒരുപാട് ആൾക്കാർ സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ചെയ്തിട്ടുണ്ട്. പല ആൾക്കാരുടെയും പൊസിഷൻസ് 4,050 മുകളിലായിട്ട് കിടപ്പുണ്ട്. ഓക്കെ, സോ അതെല്ലാം ക്ലോസ് ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ റീസൺ ഇതാണ്. നമ്മൾ എന്താ പറയുക, നമ്മൾ ബേസിക്കലി എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ഇമോഷണലി നമ്മൾ ഡൗൺ ആവുകയും നമ്മൾ റോങ് ഡിസിഷൻസിലോട്ട് പോവുകയും ചെയ്യും എന്നുള്ളൊരു കാര്യമാണ് അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ കൂടെ ഗോൾഡ് ഇന്ന് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി കാണേണ്ട ഒരു സംഭവം കൂടെയാണ്. കാരണം സീസ് ഫയർ ഹമാസും ഇസ്രയേലും തമ്മിലുള്ള സീസ് ഫയർ എഗ്രി ചെയ്തിട്ടുണ്ട്. പാർഷ്യൽ സീസ് ഫയർ കേട്ടോ. അത് ബേസിക്കലി ഹോസ്റ്റേജ് എക്സ്ചേഞ്ച് ഡീലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതും US പീസ് ഇനിഷ്യേറ്റീവ് ചെയ്ത് കൊണ്ടിട്ടാണ് ഈ ഒരു സംഭവം വന്നത്. ഇതൊരു ഫേസ് 1 പീസ് ഡീൽ എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ബേസിക്കലി ഹമാസ് അവരുടെ റിമൈനിങ് ഹോസ്റ്റേജസിനെ വിട്ടുകൊടുക്കണം, 48 മണിക്കൂറിനകത്ത് വിട്ടുകൊടുക്കണം. അതിന് എന്താ പറയുക, ഓപ്പോസിറ്റായിട്ട് എന്ത് ചെയ്യും, ഇസ്രയേൽ പാലസ്തീനിയൻ പ്രിസണേഴ്സിനെ വിട്ടുകൊടുക്കുകയും ചെയ്യണം. ഓക്കെ, സോ ഇതാണ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അത് നടക്കും എന്ന് വിശ്വസിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കുറേ കാലമായിട്ട് ഇസ്രയേലും ഹമാസും തമ്മിൽ നടക്കുന്ന വാർ, അത് പാലസ്തീനിൽ ഒരുപാട് കുഞ്ഞുങ്ങൾ മരിച്ചു വീണു, ഒരുപാട് ആൾക്കാർ മരിച്ചു വീണു. സോ അതിൽ ഒരു എന്താ പറയുക, അതിലൊരു പീസ് ഡീൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് തന്നെ വളരെ വലിയൊരു കാര്യമാണ് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. സോ ബേസിക്കലി ഇതൊരു ഫസ്റ്റ് സ്റ്റേജ് തന്നെയാണ്. പക്ഷെ കഴിഞ്ഞ വട്ടം ഇതേപോലത്തുള്ള ഡീലൊക്കെ വന്നപ്പോൾ അത് ബ്രേക്ക് ആയിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യണം. സോ ഒരിക്കലും ബ്രേക്ക് ആവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ച് പോവാം, അല്ലേ? സോ അതിലും ഒരുപാട് കാര്യങ്ങളുണ്ട്. വീണ്ടും എന്താ പറയുക, ഗാസയിലെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നമുക്കറിയില്ല എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. ഇതൊരു ഫസ്റ്റ് സ്റ്റേജ് മാത്രം ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ അതുകൊണ്ടിട്ട് തന്നെ ഗോൾഡിലുള്ള പ്രഷർ കുറഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ടിട്ടാണ് ഇന്നലെ മാർക്കറ്റ് പെട്ടെന്ന് 3,944 വരെ എത്തി. സോ ഈ ഒരു സ്റ്റേജ് ചിലപ്പം US മാർക്കറ്റ് ഓപ്പണിംഗ് ടൈമിൽ ചിലപ്പോൾ മാർക്കറ്റ് ഇനിയും താഴോട്ട് വീഴാം. മാർക്കറ്റ് ഇനിയും താഴോട്ട് പോയി 3,900 വരെയൊക്കെ എത്താം. ഓക്കെ, സോ മാർക്കറ്റ് ഇന്ന് റിക്കവർ ആയിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട്. രാവിലെ മാർക്കറ്റ് റിക്കവറായി ഓൾമോസ്റ്റ് 3,994 വരെയൊക്കെ മാർക്കറ്റ് എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ വീണ്ടും മാർക്കറ്റ് താഴോട്ട് പോയി എന്നുള്ളൊരു കാര്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും, അല്ലേ? സോ ബേസിക്കലി ഇനി നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളൊരു കാര്യത്തിനെ കുറിച്ച് വരുമ്പോൾ എനിക്ക് ഗോൾഡിനകത്ത് ഇന്ന് റെക്കമെൻഡേഷൻസ് ഒന്നുമില്ല. നമുക്ക് വീക്കെൻഡ് കഴിഞ്ഞിട്ട് വീക്കെൻഡിൽ ഒരുപാട് സംഭവ വികാസങ്ങളുണ്ടാവും. ഓക്കെ, ഈ പറയുന്ന ഹോസ്റ്റേജസിനെ വിട്ടുകൊടുക്കുമോ, 48 മണിക്കൂറാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് വിട്ടുകൊടുക്കുമോ, ഒരു പ്രോപ്പറായിട്ടൊരു പീസ് ഡീൽ വരുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യമൊക്കെ നമുക്ക് വീക്കെൻഡിലായിരിക്കും അറിയാൻ പറ്റുന്നത്. അതുകൊണ്ടിട്ട് തന്നെ ഓപ്പൺ പൊസിഷൻസ് വെക്കാതിരിക്കുന്നതായിരിക്കും നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം എടുത്ത് ഓർമ്മിപ്പിച്ചു പോവുകയാണ്. കാരണം എന്താ പറയുക, എന്ത് വേണമെങ്കിലും സംഭവിക്കാം, അല്ലേ?
സോ അതുകൊണ്ട് ടോപ്പ് 1 പൊസിഷൻ ഗോൾഡിൽ വെക്കാതിരിക്കുക ഈ വീക്കെൻഡിൽ. അതാണ് എൻ്റെ ഫസ്റ്റ് റെക്കമെൻഡേഷൻ. ഈ ആഴ്ചത്തെ ഫസ്റ്റ് റെക്കമെൻഡേഷൻ അത് തന്നെയാണ് എന്നെടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്. നമുക്ക് ടെക്നിക്കൽ സൈഡിലോട്ട് പോകുമ്പോൾ നമുക്ക് എന്തായാലും ഇനി വരാനായിട്ടുള്ള ന്യൂസുകൾ, അടുത്ത ആഴ്ച വരാനായിട്ടുള്ള ന്യൂസുകളെ കുറിച്ച് നമുക്ക് വീക്കെൻഡിലോ അല്ലെങ്കിൽ തിങ്കളാഴ്ച സംസാരിക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം എത്ര വലിയ എക്കണോമിക് ഡേറ്റ വന്നാലും അതിലും വലിയ ഇമ്പോർട്ടൻ്റ് കാര്യമാണ് ഈ ഹമാസ് ഇസ്രായേൽ വാർ. അതിൻ്റെ പീസ് ഡീല് ഓക്കെ ആയോ, അല്ലെ ഹോസ്റ്റേജസിനെ വിട്ടുകൊടുത്തോ എന്നൊക്കെയുള്ള ന്യൂസുകൾ അതിലും ഒരുപാട് എന്താ പറയുക, മുകളിൽ നിൽക്കുന്ന ന്യൂസ് ആയതുകൊണ്ടിട്ട് തന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. എക്കണോമിക് ന്യൂസ് സെക്കൻഡ് പ്രിഫറൻസ് മാത്രം കൊടുത്താൽ മതി. അതുകൊണ്ടിട്ട് നമുക്ക് തിങ്കളാഴ്ച ഈ ഒരു കാര്യത്തിൻ്റെ ഒരു തീരുമാനം അറിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് എക്കണോമിക് കലണ്ടറിലോട്ട് ഉള്ള ന്യൂസുകളെ പറ്റി നമുക്ക് നോക്കി പോവുകയും ചെയ്യാം. ഓക്കെ, സോ കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് JPYയിൽ പോവാം. JPY 152.61 വരെ നിൽക്കുന്നു. ഇന്നലെ മാർക്കറ്റ് ഹൈ പോയപ്പം 153.3 വരെയാണ് മാർക്കറ്റ് എത്തിയിട്ടുള്ളത്. ഇന്ന് മാർക്കറ്റ് ലോ പോയപ്പം 152.375 വന്ന് നിൽക്കുന്നു. സോ ബേസിക്കലി 152 അവിടെ നമുക്ക് ബൈ എടുത്ത് മുന്നോട്ട് പോവാം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് JPYയിൽ പറയാനായിട്ടുള്ളത്. നിർബന്ധമായും വലിയ രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് നമുക്ക് US സെഷനിൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടിട്ട് തന്നെ നിർബന്ധമായിട്ടും സ്റ്റോപ്പ് ലോസ് ഇടണം. 152.40 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് നിർബന്ധമായിട്ടും ഇട്ട് പോകണം. ഇല്ലെങ്കിൽ കുറച്ചുകൂടെ വൈഡനായിട്ട് വേണമെങ്കിലും സ്റ്റോപ്പ് ലോസ് ഇടുന്നത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും എന്നെടുത്ത് ഓർമ്മിപ്പിച്ചു പോവാണ്. ഓക്കെ, സോ അതാണ് എനിക്ക് JPYയിൽ പറയാനായിട്ടുള്ള കാര്യം. നേരെ നമ്മൾ യൂറോയിലോട്ട് വരുമ്പോൾ യൂറോ 1.15712 നിൽക്കുന്നു. ഇന്നലെ താഴെ വന്നപ്പോൾ 1.6 വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ 1.1 താഴോട്ട് വന്നപ്പോൾ 1.15450 എന്ന് പറയുന്ന റേഞ്ചിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ നല്ലൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ഉറപ്പായിട്ടും കിട്ടാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി 1.1500 അവിടെ നിന്നുള്ളൊരു ബൈ ആണ്. സോ അവിടെ നിന്ന് എത്തുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം അറിയില്ല. കാരണം എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ബൈ എടുക്കാം. പക്ഷെ നമ്മൾ മേക്ക് ഷുവർ ചെയ്യണം, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരുപാട് പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി നമുക്ക് നടക്കുന്നുണ്ട്, യൂറോ സോണിൽ നടക്കുന്നുണ്ട്. സോ അത് നമ്മൾ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു തീരുമാനം എടുത്ത് പോകാനായിട്ട്. കാരണം എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഓക്കെ, കാരണം ഫ്രാൻസിലെ കാര്യങ്ങൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതായിരുന്നു. ഫ്രാൻസിലെ ഗവൺമെൻറ് കൊളാപ്സായി, പ്രൈം മിനിസ്റ്റർ മാറി, അതിനുശേഷം ആ പ്രൈം മിനിസ്റ്ററും റിസൈൻ ചെയ്യേണ്ടി വന്നു. സോ അത് വളരെ ഇമ്പാക്റ്റ് ഉണ്ടാക്കും യൂറോയിൽ. അതേപോലെ തന്നെ യൂറോപ്പിലെ തന്നെ പല രാജ്യങ്ങളിലും ഇതേപോലത്തുള്ള പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റിയും പ്രശ്നങ്ങളും ഫേസ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ടിട്ട് തന്നെ യൂറോയിൽ ട്രേഡ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ കെയർഫുള്ളായിട്ട് ട്രേഡ് ചെയ്യുക, ചെറിയ ലോട്ട് സൈസ് എടുക്കുക. അതേപോലെ തന്നെ സ്റ്റോപ്പ് ലോസുകൾ കൃത്യമായിട്ട് ഇട്ട് പോവുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് യൂറോയിൽ പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, നേരെ നമ്മൾ GBPയിലോട്ട് വരുമ്പോൾ GBP ഇപ്പോൾ കറൻ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 1.3229 എന്ന് പറയുന്ന റേഞ്ചിലാണ്. സോ ബേസിക്കലി ഇന്നലെ മാർക്കറ്റ് താഴോട്ട് വന്നപ്പം GBPയും താഴോട്ട് വന്നു. സോ ഇവിടുന്ന് 1.3300 നല്ലൊരു സപ്പോർട്ടുണ്ട്. അവിടുന്ന് മുകളിലോട്ട് പോകും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഓക്കെ, സോ ഇവിടുന്ന് മുകളിലോട്ട് പോയാൽ ഉറപ്പായിട്ടും നമുക്ക് നല്ലൊരു എൻട്രി ആയിരിക്കും. ഇപ്പോൾ ഈ ഒരു ടൈമിൽ ബൈ എടുക്കുന്നത് പോലും നല്ലൊരു എൻട്രി ആയിരിക്കും. പക്ഷെ നമുക്ക് സ്റ്റോപ്പ് ലോസ് ടൈറ്റായിട്ട് ഇടണമെന്നുണ്ടെങ്കിൽ ഇന്നലെ പോയ ലോയുടെ താഴെയായിട്ട് നമുക്ക് ഇട്ടാൽ മതിയാവും സ്റ്റോപ്പ് ലോസ്. ഓക്കെ, കാരണം നമ്മൾ റിസ്ക് എടുക്കണ്ട എന്നുള്ള ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നലെ ലോ പോയതിൻ്റെ താഴെയായിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇട്ട് പോവുകയും ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് GBPയിൽ പറയാനായിട്ടുള്ളത്. ഓക്കെ, അല്ലാത്ത പക്ഷം നമുക്ക് ഇവിടുന്ന് മുകളിലോട്ട് പോകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ തന്നെ ആകും എന്ന് വിചാരിക്കാം. ഓക്കെ, നമുക്ക് ഈ ഒരു പോയിന്റിൽ 1.3292 ഈ ഒരു റേഞ്ചിൽ ഇപ്പോൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ വേണമെങ്കിൽ ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. ഒരു സേഫർ സൈഡിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റ് ക്ലോസിങ്ങിന്, അതായത് ഏഷ്യ ക്ലോസിങ് 2:30 മണി ഇന്ത്യൻ ടൈമിങ്ങിന് 1.3300 മുകളിലാണ് എങ്കിൽ അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും ഒരു സേഫർ സൈഡിലുള്ള ഒരു ബൈ നോക്കുന്ന ആൾക്കാർക്ക് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ നമുക്ക് നേരെ നമ്മളുടെ ഗോൾഡ് ആശാനിലോട്ട് പോവാം. ഗോൾഡ്
നിങ്ങൾ കണ്ടോ എന്താണ് നടക്കുന്നതെന്ന് ഒരു പിടിയില്ല. 3954. സോ $20 ഒരു 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 ക്യാൻഡിൽ എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ ക്യാൻഡിലായിട്ടാണ് നമ്മൾ ഇതിനകത്ത് കാണുന്നത് അല്ലേ. ആം, അതാണ് ഒരു പ്രശ്നം അല്ലേ. അത് എനിക്കറിയില്ല എന്താണ് ചെയ്യേണ്ടതെന്ന്, എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. ഇന്ന് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് തിങ്കളാഴ്ച ട്രേഡ് ചെയ്യുന്നതായിരിക്കും ഗോൾഡിൽ ബെറ്റർ. അല്ലെങ്കിൽ നമ്മളൊരു സേഫർ സൈഡിൽ നമുക്ക് നിൽക്കണം എന്നുള്ള ആൾക്കാർക്ക് ജസ്റ്റ് തൽക്കാലം ഒന്ന് മാറി നിന്നിട്ട് തിങ്കളാഴ്ച നോക്കുന്നതായിരിക്കും ഗോൾഡിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി എന്നുള്ളൊരു കാര്യം കൂടി എടുത്ത് പറഞ്ഞു പോവുകയാണ് ഞാൻ. ഓക്കെ, കാരണം ഒന്നും പറയാറായിട്ടില്ല. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യാം. അതാണ് നമുക്ക് നമ്മളുടെ ക്യാപിറ്റൽ പ്രൊട്ടക്ഷൻ ഏറ്റവും ഉചിതമായിട്ടൊരു കാര്യം എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ, സോ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഓക്കെ, വെയിറ്റ് ചെയ്യാം. ഗോൾഡ് നമുക്ക് തിങ്കളാഴ്ച താഴെ കിട്ടിയാൽ 3880 എന്ന് പറയുന്ന റേഞ്ച്, അത് അത്യാവശ്യം നല്ലൊരു റേഞ്ചാണെന്ന് വിശ്വസിക്കുന്നു. സോ അവിടെ കിട്ടിയാൽ അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. ഇല്ലെങ്കിൽ നമുക്ക് തിങ്കളാഴ്ച നമുക്ക് ഡിസ്കസ് ചെയ്തതിന് ശേഷം മാത്രം ഒരു തീരുമാനത്തിലോട്ട് പോകാം എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. അതേപോലെ തന്നെ നിങ്ങൾ പല ആൾക്കാരും ബ്രോക്കേഴ്സിനെ നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ബ്രോക്കർ വന്നിട്ട് സ്റ്റാർ ട്രേഡർ എന്ന് പറഞ്ഞിട്ടൊരു ബ്രോക്കറാണ്. സോ സ്റ്റാർ ട്രേഡറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ റെഗുലേഷൻസും ഇപ്പം നമ്മളൊരു ഫസ്റ്റിൽ കമ്പനി നമ്മൾ എടുക്കുമ്പോൾ ഫസ്റ്റിൽ നമ്മൾ നോക്കേണ്ട ആ കമ്പനി റെഗുലേറ്റഡ് ആണോ എന്നുള്ളതാണ് അല്ലേ. സോ അതിൽ സ്റ്റാർ ട്രേഡറിൻ്റെ റെഗുലേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ UK റെഗുലേഷൻ, UAE റെഗുലേഷൻ, ഓസ്ട്രേലിയ, സൗത്ത് ആഫ്രിക്ക എന്നീ 4 രാജ്യങ്ങളുടെ മേജർ റെഗുലേഷൻസ് ഉള്ളൊരു കമ്പനിയാണ്. ഓക്കെ, സോ അതിൻ്റെ കൂടെ തന്നെ അവർ ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. $100,000 വരെ ലോയിഡ്സ് ബാങ്ക്, UKയിലുള്ള നമ്പർ 1 ബാങ്കാണ് ലോയിഡ്സ് ബാങ്ക് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു ഐഡിയ കിട്ടും ലോയിഡ്സ് ബാങ്ക് ഇൻഷുറൻസിനെ കുറിച്ചുള്ള പോളിസിയും കാര്യങ്ങളും ഒക്കെ. അതിൻ്റെ കൂടെ നല്ല രീതിയിലുള്ള ഡെപ്പോസിറ്റ് ബോണസും തരുന്നുണ്ട്. സോ UK ക്ലയൻസിന് 100% ഫസ്റ്റ് ഡെപ്പോസിറ്റ് ബോണസും സബ്സിക്വൻറ്റ് ഡെപ്പോസിറ്റിന് 20% ബോണസുമാണ് തരുന്നത്. പക്ഷേ ഇന്ത്യയിലുള്ള ക്ലയൻസിന് 50%, $1500 50% ഫസ്റ്റ് ഡെപ്പോസിറ്റ് ബോണസും സബ്സിക്വൻറ്റ് ഡെപ്പോസിറ്റുകൾക്ക് 20% ബോണസുമാണ് അവർ തരുന്നത്. ഓക്കെ, സോ ഇതാണ് ബോണസിൻ്റെ കാര്യം. സോ ഇതൊക്കെയാണ് നമ്മളുടെ എന്താ പറയുക സ്റ്റാർ ട്രേഡറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ. അതേപോലെ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഇപ്പോൾ WKFXൽ 9 out of 10 ഒരുപാട് ഇതേപോലത്തുള്ള ഫോറക്സ് ട്രേഡിംഗ് ആപ്പുകൾ അല്ലെങ്കിൽ ബ്രോക്കേഴ്സിനെ റാങ്ക് ചെയ്യുന്നതിൽ ടോപ്പ് ലെവലിലാണ് സ്റ്റാർ ട്രേഡർ നിൽക്കുന്നത്. സോ ഉറപ്പായിട്ട് നിങ്ങൾ നിങ്ങളുടേതായ റിസർച്ച് ചെയ്തതിന് ശേഷം മാത്രം ഒരു അക്കൗണ്ട് എടുക്കുക. അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് ത്രൂ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അതിൻ്റെ താഴെ ആപ്പ് ത്രൂ ആണ് രജിസ്റ്റർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ റെഫറൻസ് കോഡ് യൂസ് ചെയ്തിട്ട് എനിക്ക് കോൾ ചെയ്താൽ ഒരു 1-2 മാസം നിങ്ങൾ ട്രേഡ് ചെയ്തതിന് ശേഷം എനിക്ക് പേഴ്സണലി നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഓഫേഴ്സിനെ കുറിച്ചും ഞാൻ സംസാരിക്കുന്നതായിരിക്കും എന്നെടുത്ത് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ തിങ്കളാഴ്ച കാണുന്നത് വരെ ഗുഡ് ബൈ.